Good morning. Start here. So last day namala fourth head capital gains discuss cheyanu. Capital gains chargeability section edana. Charging section. Section 45 subsection 1 ആണ്. Section 45 subsection 1. ഇത് പ്രകാരം ഒരു capital asset ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഉണ്ടാകുന്ന ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യുന്നത്. then 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. then 2 subsection 47 പ്രകാരം ട്രാൻസ്ഫർ എന്ന് ഡിസ്കസ് ചെയ്തു. Then types of capital asset 2 subsection 42A പ്രകാരം short term capital asset. Then short term capital asset അല്ല എങ്കിൽ 2 subsection 29A പ്രകാരം അത് long term capital asset. Then ഈ പറയുന്ന short term capital asset ൽ നിന്നുണ്ടാകുന്ന gain ആണ് short term capital gain എന്ന് പറയുന്നത് section 2 subsection 42B. Then long term capital asset ൽ നിന്നുണ്ടാകുന്ന gain ആണ് long term capital gain എന്ന് പറയുന്നത് section 2 subsection 29B. Then നമ്മൾ assets in the generally number 2 subsection 42 പറയുന്നത് ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 36 മന്ത്സ് വരെ ആണെങ്കിൽ അപ് ടു 36 മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. അതിൽ കൂടുതലാണെങ്കിൽ 36 മന്ത്സിൽ കൂടുതലാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ അത് ലോങ് ടൈം ആകും. ബട്ട് നമുക്ക് സ്പെസിഫൈഡ് അസറ്റ്സിന് 4 അസറ്റ്സിന് ഇൻസ്റ്റെഡ് ഓഫ് 36 മന്ത്സ് എന്ന് പറയുന്ന ഹോൾഡിംഗ് പീരീഡ് 12 മന്ത്സ് ആണ്. 4 അസറ്റ്സിന് holding period എന്ന് പറയുന്നത് 12 months and that means listed securities other than units, then units of UTI, then units of equity oriented fund, then zero coupon bonds. Then രണ്ട് capital assets in period of holding 24 months വരെ ആണെങ്കിൽ അത് ഷോർട്ട് ടൈം ആകും, 24ൽ കൂടുതലാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. എന്തൊക്കെയാണ് വരുന്നത്? അൺലിസ്റ്റഡ് ഷെയർസ് only, then immovable properties such as land, building or both. Then ബാക്കി എല്ലാത്തിനും എത്രയാണ് 36 മന്ത്സ് വരെ പീരീഡ് ഓഫ് ഹോൾഡിംഗ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് മീൻസ് ഫസ്റ്റ് അസസ് എന്നാണോ ഹെൽഡ് ചെയ്യുന്നത് ട്രാൻസ്ഫറിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് ഹോൾഡിംഗ്. സോ ലാസ്റ്റ് സെനാരിയോ എന്താണ് നമ്മൾ എടുത്തു പറയുന്നുണ്ട്, ബിക്കോസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഇവിടെ അൺലിസ്റ്റഡ് ഷെയർസ് പറഞ്ഞതുകൊണ്ട് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ്. ദെൻ ഇവിടെ ഓൾറെഡി യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് പറഞ്ഞു കാരണം ഇവിടെ യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ആൻഡ് ഓൾ അതർ ക്യാപിറ്റൽ അസറ്റ്സ്. ഓൾ അതർ ക്യാപിറ്റൽ അസറ്റ്സ് എന്തിന്റെ അണ്ടറിൽ വരും? 36 മന്ത്സ് വരെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഷോർട്ട് ടൈം ആയിരിക്കും. സോ അതിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം. ക്ലിയർ അല്ലേ ഇതൊക്കെ? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹോൾഡിംഗ് പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്ഷൻ 48 പ്രകാരം ക്യാപിറ്റൽ ഗെയിൻസ്. സോ ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് മൈനസ് നമുക്ക് ചെലവായത്. സോ അതാണ് സെയിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. അതിൽ നിന്ന് സോ ട്രാൻസ്ഫർ നടത്താനുണ്ടായ എക്സ്പെൻസ് കുറച്ച് നെറ്റ് കൺസിഡറേഷൻ, അതിൽ നിന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറച്ചാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ 54 ഡിഡക്ഷൻ കിട്ടും. ദെൻ ആപ്ലിക്കബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആയുള്ള 54 ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ദെൻ അതേപോലെ നമ്മൾ ലോങ് ടൈമിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ സെയിൽ കൺസിഡറേഷൻ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ നിന്ന് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ. സോ അത് നോർമലി ബ്രോക്കറേജ് അതർ എക്സ്പെൻസസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ വിത്ത് ട്രാൻസ്ഫർ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും. അത് കുറച്ച് നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഉണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറച്ചാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ 54 എക്സംഷൻ കിട്ടും, സെക്ഷൻ 54 എക്സംഷൻ കിട്ടും. അതിൽ നിന്ന് സെക്ഷൻ 54 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള. സോ ഇതെല്ലാം നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്നതും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഫോർമുല. വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ രണ്ട്
കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. ബേസ് ഇയർ ആയിട്ടുള്ള 2001-2002 100ഉം നമ്മുടെ പ്രീവിയസ് ഇയർ 22-23 331. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മീൻസ് കോസ്റ്റ് നമുക്ക് എന്ത് ചെലവായി ഇൻഡു cost inflation EI for the year of transfer divided by CI for the year first held by assessee or CI for 2001-2002 whichever is later. So ഏതാണോ താമസിച്ചു വന്നത് അത്. Then indexed cost of improvement actual improvement in order CI for the year of transfer divided by CI for the year in which improvement take place. എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Indexed cost of improvement കിട്ടും. Then next, clearly up to this point. Okay, so we will discuss the chargeability section 45 subsection 1, then 2 subsection 14 capital asset, then 2 subsection 47 transfer, then section 2 subsection 42A short term capital asset are generally 36 months, then 12 months are 4 category of capital assets, 24 months are the category of capital asset, baki ellam kuda chennittu 36 months. Then 48 പ്രകാരം capital gain compute ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Then section 47 ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ട്രാൻസാക്ഷൻ എന്തായിട്ട് കണക്കാക്കില്ല? ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല. ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ ഗെയിനില് ടാക്സേഷൻ അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഒരു സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പ്രകാരം എന്തായിരിക്കണം? ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഈ ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവണം. സോ ഇങ്ങനെ ഇത് രണ്ട് കണ്ടീഷനും ക്യുമുലേറ്റീവ് ആയിട്ട് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യുന്നത്. ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എന്തായിട്ട് കണക്കാക്കത്തേ ഇല്ല? ട്രാൻസ്ഫർ ആയിട്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുന്ന ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ട്രാൻസ്ഫർ അല്ലാത്തതുകൊണ്ട് എന്ത് അട്രാക്ട് ചെയ്യൂല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? First one, any distribution of capital asset on total or partial partition of HUF. HUF partition സമയത്ത് ടോട്ടൽ ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള പാർട്ടീഷൻ സമയത്ത് ക്യാപിറ്റൽ അസറ്റ്സ് എന്താണ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താകത്തില്ല? സോ HUF-ൽ നിന്ന് മെമ്പേഴ്സിനോട്ട് പോവുകയാണെങ്കിലും അത് എന്തായിട്ട് കൂട്ടില്ല? ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. Therefore that means ട്രാൻസ്ഫർ അല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് അട്രാക്ട് ചെയ്യില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്തില്ല. സോ ഇത് പറയുന്നത് സെക്ഷൻ 47 ക്ലോസ് 1. സെക്ഷൻ 47 ക്ലോസ് 1. ഫസ്റ്റ് വൺ, any distribution of capital asset on total or partial partition of a HUF. HUF-ന്റെ പാർട്ടീഷൻ ടോട്ടൽ ആകാം പാർഷ്യൽ ആകാം. പാർട്ടീഷൻ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ എന്തായിട്ട് കൂട്ടൂല? ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ആസ് പെർ സെക്ഷൻ 47 സബ്സെക്ഷൻ ക്ലോസ് 1. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, first point, that any transfer of capital asset under a gift or will or irrevocable trust. Okay, so section 47 ക്ലോസ് 3 ആണത്. സോ ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ അല്ലെങ്കിൽ ഇറിവോക്കബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടോ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്ഫർ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലും അത് എന്തായിട്ട് കൂട്ടില്ല? ട്രാൻസ്ഫർ ആയിട്ട് വരില്ല. ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ വരില്ല. സെക്ഷൻ 47 പ്രകാരം will not be treated as regarded as a transfer under section 47 clause 3. Then third one, any transfer of capital asset by a holding company to its 100% subsidiary Indian company or by a subsidiary company to its 100% holding Indian company. So the section 47 clause 4 ആണ്. section 47 clause 4. No, that means ഒരു holding company സോ അതിന്റെ ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യാണ്? എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഹോൾഡിംഗ് കമ്പനി ടു 100% സബ്സിഡിയറി കമ്പനി ഇന്ത്യൻ കമ്പനി
സോ നോ 100% സബ്സിഡി കമ്പനി, ദാറ്റ് മീൻസ് ഹോൾഡിംഗ് കമ്പനി, കമ്പനി തന്നെ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേ വരത്തുള്ളൂ. സോ അതുകൊണ്ട് എന്ത് വരില്ല, ഒരു ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ അത് അട്രാക്ട് ചെയ്യില്ല, വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ്. സോ ഹോൾഡിംഗ് കമ്പനി 100% സബ്സിഡി കമ്പനിക്കോ അല്ലെങ്കിൽ 100% സബ്സിഡി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്കോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ആ ട്രാൻസാക്ഷനെ എന്തായിട്ട് കൂട്ടില്ല, ഒരു ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ക്ലിയർ ആണോ? Then any transfer or issue of shares by resulting company in a scheme of demerger to the shareholders of the demerged company. So demerged company, അതേപോലെ any transfer of shares held in a scheme of amalgamation of shares held by him in the amalgamating company. സോ ഇവിടെ നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. സോ ഒരു ഒന്നുകിൽ ഡീമർജറിന്റെ കേസാണെങ്കിൽ ഡീമർജ്ഡ് കമ്പനി എന്താണ്, റിസൾട്ടിംഗ് കമ്പനി. സോ ഇതേപോലെ തന്നെ അമാൽഗമേഷൻ ആണെങ്കിൽ അമാൽഗമേറ്റിംഗ് കമ്പനി ടു amalgamated company. Okay. So in a transfer of shares share by resulting company in a scheme of demerger to shareholders of demerged company. No. So e company just പറയാണ് company A demerged company ഇത് എന്താണ് വേറൊരു കമ്പനി ആയിട്ട് മെർജ് ചെയ്ത് കമ്പനി AB എന്ന് പറഞ്ഞ റിസൾട്ടിംഗ് കമ്പനി ആയി. സോ കമ്പനി എയില് എന്തായിരുന്നു, മിസ്റ്റർ എക്സ് ഷെയർസ് ഹെൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഡീമർജറിന്റെ സ്കീം അനുസരിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സ്, ഇതിന്റെ ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, റിസൾട്ടിംഗ് കമ്പനിയിലെ ഷെയർസ് അലോട്ട് ചെയ്താൽ അത് എന്തായിട്ട് കൂട്ടൂല, ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല എന്ന്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ സെയിം അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ മിസ്റ്റർ എക്സ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ, സോ എന്താണ്, അമാൽഗമേഷൻ കഴിയുമ്പോഴത്തേക്കും അമാൽഗമേറ്റഡ് കമ്പനി ഈ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് അലോട്ട് ചെയ്താലും എന്തായിട്ട് കൂട്ടില്ല, സ്കീം ഓഫ് അമാൽഗമേഷൻ അല്ലെങ്കിൽ സ്കീം ഓഫ് ഡിമർജർ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന അതിന്റെ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഷെയർസ് അലോട്ട് ചെയ്യുന്നെങ്കിൽ അത് എന്തായിട്ട് കൂട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, പിന്നീട് ഇത് ഡിസ്കസ് ചെയ്യും. എനി ട്രാൻസ്ഫർ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓഫ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI ബൈ വേ ഓഫ് റിഡംഷൻ. സോ അത് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ശ്രദ്ധിക്കണം. എന്താണ്, ഇൻഡിവിജ്വൽസിന് മാത്രമാണ്, ദാറ്റ് മീൻസ് അതേഴ്സിന് എന്താണ് ഈ പറയുന്ന സെക്ഷൻ ബാധകമല്ല. ഇൻഡിവിജ്വൽസ് ഓഫ് സോവറിൻ ഗോൾഡ് ബോണ്ട് ട്രാൻസ്ഫർ of sovereign gold bonds by RBI ചെയ്യുന്ന by way of redemption ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, സെക്ഷൻ 47 പ്രകാരം എന്തായിട്ട് കൂട്ടില്ല, അതൊരു ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ഇന്നത്തെ ശ്രദ്ധിക്കണം, എടുത്തു പറയുന്നുണ്ട്, ഇൻഡിവിജ്വല് എന്തായിരിക്കണം, സോവറിൻ ഗോൾഡ് ബോണ്ട് ആയിരിക്കണം. RBIയുടെ റിഡംഷനിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, ട്രാൻസാക്ഷൻ നടക്കുന്നെങ്കിൽ വിൽ നോട്ട് ബി ട്രീറ്റ് ആസ് ട്രാൻസ്ഫർ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 47. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, എനി ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ബോണ്ട്സ്, debenture stock, deposit certificate of a company into shares or debentures of that company. That means ഇതെന്താണ്, എന്റെ കയ്യില് ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ അത് എന്തായിട്ട് മാറ്റി കൺവേർട്ട് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് ഷെയർസ് ആയിട്ട്. അവിടെ എന്ത് നടക്കൂല, ഒരു ട്രാൻസ്ഫർ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. സെക്ഷൻ 47 പ്രകാരം അതിനെ എന്തായിട്ട് കൂട്ടത്തുള്ളൂ,
will not be treated as a transfer. So എന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഫണ്ട് ഒരു ഫോർമാറ്റ് മാറ്റിയുള്ളൂ. സോ അവിടെ നമുക്ക് എന്ത് വേണ്ട, ഒരു ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യണം, സെയിൽ കൺസിഡറേഷൻ, then കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ക്യാപിറ്റൽ ലോങ് ടൈം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ്, അതൊന്നും ഇവിടെ എന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ട് എന്താണ്, അതിന്റെ ഒരു കൺവേർഷൻ മാത്രം നടന്നു. ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് കൺവേർഷൻ മാത്രം നടന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് കൂട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. Then next one, any transfer by way of conversion of preference shares of a company into equity shares of a company. No, ഇവിടെയും എന്താണ്, ജസ്റ്റ് എ കൺവേർഷൻ. പ്രിഫറൻസ് ഷെയർസ് എന്തായിട്ട് മാറ്റി, ഈക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്തായിട്ട് കൂട്ടില്ല, അതിനെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ക്ലിയർ ആണോ? Last one, any transfer of a capital asset in a transaction of a reverse mortgage under a scheme made and notified by central government. So reverse mortgage scheme, any transfer of capital asset in transaction of reverse mortgage. Okay. Senior citizen benefit central government constitute reverse mortgage. So reverse mortgage lana capital asset in the transaction നടക്കുന്നതെങ്കിൽ will not be treated as transfer. Clear ആണോ? സോ ഇത്രയും ഐറ്റംസ് എന്താണ് നമുക്ക് ജനറലൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ഗിഫ്റ്റ്, ക്യാപിറ്റൽ അസറ്റ്, പാർട്ടി HUF മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ അല്ലെങ്കിൽ പാർട്ടിയിൽ പാർട്ടിഷൻ. ദെൻ ഗിഫ്റ്റ് വില്ല അല്ലെങ്കിൽ റിവോക്കബിൾ ട്രസ്റ്റ് കിട്ടില്ല. ദെൻ എന്താണ്, 100% ഹോൾഡിംഗ് കമ്പനി, 100% സബ്സിഡി. ദാറ്റ് മീൻസ് കമ്പനി അതേ കമ്പനിക്ക് തന്നെ കൊടുക്കുന്ന എഫക്റ്റേ വരത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചാണെങ്കിലും എന്തായിട്ട് വരില്ല, ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ പോലെ വരില്ല. ദെൻ അമാൽഗമേഷൻ ആണെങ്കിൽ അമാൽഗമേറ്റിംഗ് കമ്പനിയിലുണ്ടായിരുന്ന ഷെയർ ഹോൾഡർക്ക് അമാൽഗമേറ്റഡ് കമ്പനി ഷെയർ കൊടുക്കുന്ന എഫക്റ്റേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് എന്ന കമ്പനിയുടെ ആ ഒരു ഇതാണ് മാറിയിരിക്കുന്നത്. എ എന്നുള്ളത് ചിലപ്പോൾ AB ലിമിറ്റഡ് ആയി കാണും, അല്ലെങ്കിൽ C ലിമിറ്റഡ് ആയി കാണും. ഷെയർ ഹോൾഡർക്ക് എന്താണ്, ഓൾഡ് കമ്പനിയിൽ ഉണ്ടായിരുന്ന അതേ ഷെയർ എന്ത് കിട്ടി, പുതിയ കമ്പനിയിൽ കിട്ടി എന്നൊരു വ്യത്യാസം വരുന്നുള്ളൂ. അതും എന്തായിട്ട് കൂട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ദെൻ ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, ഇൻഡിവിജ്വല് transfer of sovereign gold bond by RBI on redemption. Then conversion ഉണ്ടോ, ഡിബഞ്ചേഴ്സ് ഷെയർസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ കൺവേർഷൻ ചെയ്യുന്നത്, conversion will not be treated as transfer. The last one, reverse mortgage of capital transfer in case of reverse mortgage will not be treated as transfer. Clear ആണോ? ശരി. നമ്മള് 48 എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മൾ കണ്ടുപിടിച്ചു, അതായത് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ കൺസിഡറേഷൻ, നെറ്റ് കൺസിഡറേഷൻ നിന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് കുറയ്ക്കും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറച്ച് നമ്മൾ ആൻസറിലേക്ക് വരും. ദെൻ 48 തന്നെ ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്ത് പറഞ്ഞു, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് എന്ത് ബെനിഫിറ്റ് കിട്ടും, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. സോ ദെൻ കുറച്ച് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കണം. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. 48 പ്രൊവിസോഴ്സിലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ കാര്യങ്ങൾ പറയുന്നത്. സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തതും വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ 48 പ്രൊവിസോറിൽ പറയുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, note here, first proviso to section 48. First proviso to section 48. Capital gain in case of non-residents. Capital gains in respect of non-residents. Okay. Okay, first one, assessee
assessee who is a non-resident, including foreign company. Assessee who is a non-resident, including foreign company. Then asset should be shares or debentures. Asset should be shares or debentures. Shares or debentures. Shares or debentures of Indian company. So, രണ്ട് കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കണം, അസസി നോൺ റെസിഡന്റ് ആയിരിക്കണം. അസറ്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് പ്രൊവിസോ ടു സെക്ഷൻ 48 അപ്ലിക്കബിൾ ആണെങ്കിലുള്ള സെനാരിയോ ആണ്. ദെൻ തേർഡ് വൺ, such asset was acquired in foreign currency, was acquired in foreign currency by way of purchase or reinvestment. Purchase or reinvestment. Then capital gain shall be calculated in foreign currency, and after that it shall be converted into Indian currency. It shall be converted into Indian currency. It shall be converted into Indian currency. Okay, so ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് നോൺ റെസിഡന്റ് ആണ് അസസി, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനിയാണ്. സോ ആൻഡ് സച്ച് അസറ്റ് വാസ് അക്വയർഡ് ഇൻ ഫോറിൻ കറൻസി ബൈ വേ ഓഫ് പർച്ചേസ് ഓർ റീഇൻവെസ്റ്റ്മെന്റ്. സോ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അക്വയർ ചെയ്തത് ഫോറിൻ കറൻസിയിൽ ബൈ പർച്ചേസ് ഓർ റീഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ then capital gain shall be computed in foreign currency. ക്യാപിറ്റൽ ഗെയിൻ എന്തിൽ കമ്പ്യൂട്ട് ചെയ്യും? ഫോറിൻ കറൻസിയിൽ കമ്പ്യൂട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൺവേർട്ടഡ് ഇൻ ടു ഇന്ത്യൻ കറൻസി. ക്ലിയർ ആണോ പോയിന്റ്? നോൺ റെസിഡന്റ് ആയിരിക്കണം, ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അസറ്റ് അക്വയർ ചെയ്തിരിക്കുന്നത് ഫോറിൻ കറൻസിയിലാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഇൻ ഫോറിൻ കറൻസി. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കൺവേർട്ട് ചെയ്യേണ്ട റേറ്റ് ആണ്. സോ അതിന് പറയുന്ന റൂളാണ്. സോ റൂൾ 115 ക്യാപിറ്റൽ എ കൺവേർഷൻ മെത്തേഡ്. റൂൾ 115 ക്യാപിറ്റൽ എയിലാണ് കൺവേർഷൻ മെത്തേഡ് പറയുന്നത്. So cost of acquisition, first one, cost of acquisition shall be average of TTBR
and TTSR. That means telegraphic transfer buying rate to TTBR, telegraphic transfer selling rate. So this is the average. Okay, so buying rate to selling rate to the average divided by 2 and what add divided by 2 on the date of acquisition. No, so we the capital gain and foreign currency. That means cost of acquisition foreign currency. Then to convert Indian currency convert him. So convert TDBR and TTSR name average the date delay on the date of acquisition. On the date of acquisition. Okay, so buying rate and selling rate average rate. So you can add divided by 2 average on acquisition date. Cost of acquisition date average value multiply foreign currency value multiply convert Indian currency. Then sale consideration. Sale consideration average of sale TTBR and TTSR on the date of transfer. On the date of transfer date buying rate and selling rate average on the date of transfer. Okay, okay. Then transfer expenses. Transfer expenditure. So average of TTBR and TTSR. Cost of acquisition, the average of TTBR on the date of acquisition. Then transfer sale consideration, average on the date of transfer. Then expenditure, sale consideration expenditure on the date of transfer. On the date of transfer. Then last one. Capital gains. Okay. So capital gains rate foreign currency buying rate and selling rate and capital gains. Okay. So capital gains, that means Indian currency Indian currency TTBR telegraph buying rate telegraphic transfer buying rate on the date of transfer. On the date of transfer. So average but capital gain foreign currency Indian currency telegraphic transfer buying rate on the date of transfer. Average cost of acquisition on the date of acquisition, transfer on the date of transfer, expenditure on transfer on the date of transfer. Then capital gain foreign currency Indian currency convert either rate buying rate either date buying rate on the date of transfer. Clear? Then already section 48 just idea short term capital assets in indexation benefit but long term capital asset indexation benefit. But that's case first and SSE should be non-resident in the year of sale. SSE non-resident. Then second one, indexation benefit not available where if first proviso applies.
So that means the long-term capital asset ആണെങ്കിലും നമുക്ക് എന്താണ് ഫസ്റ്റ് പ്രൊവിസോ അപ്ലൈ. ദാറ്റ് മീൻസ് എന്താണ് നോൺ റെസിഡന്റിന്റെ കേസിൽ ഷെയർസ് ഓഫ് ഡെബഞ്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി ഫോറിൻ കറൻസിയിൽ അക്വയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 115A വെച്ചിട്ടുള്ള റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെന്ത് കിട്ടത്തില്ല, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും എന്ത് ബെനിഫിറ്റ് കിട്ടൂല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. നോട്ട് അവൈലബിൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ക്ലിയർ ആണോ? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പ്രൊവിസോ ടു സെക്ഷൻ 48 നമ്മൾ ജനറലി പറയുന്നത് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല, ബട്ട് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ? ബട്ട് പ്രൊവിസോ 1 ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്താണ് നമ്മൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മൾ പിന്നെ എന്ത് നോക്കൂല, DTBR-ഉം DTXR-ഉം നമ്മൾ ആവറേജ് റേറ്റ് ഒക്കെയാണ് നോക്കുന്നത്. പിന്നെ അവിടെ എന്ത് ചോദിച്ചു വരരുത്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ചോദിച്ചു വരരുത്. We will not get indexation benefit if proviso 1 apply. First proviso to section 48 applies. Clear ആണോ? Okay ആണോ? Then next one. Third proviso to section 48. Third proviso to section 48. Third proviso to section 48. First and second proviso not applicable for computation of long-term capital gain in case of equity shares, comma, equity oriented fund, equity oriented funds, equity oriented units, comma, units of business trust referred under section 112 capital A. 112 capital A എന്താണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്ന സെപ്പറേറ്റ് പറഞ്ഞിരിക്കുകയാണ്. സോ എന്താണ് പ്രൊവിസോ 1 ഉം 2 ഉം എന്തിനാ ആപ്ലിക്കബിൾ ആകത്തില്ല, ഇക്വിറ്റി ഷെയർസിനും ഇക്വിറ്റി ഓറിയന്റഡ് യൂണിറ്റ്സിനും യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റിനും റെഫേർഡ് അണ്ടർ സെക്ഷൻ 112A. സോ ഇതിന് എന്ത് ആപ്ലിക്കബിൾ ആകത്തില്ല, പ്രൊവിസോ 1 and 2 ആപ്ലിക്കബിൾ ആകില്ല. സോ ഇത് എന്ത് പ്രകാരമായിരിക്കും കണ്ടുപിടിക്കുന്നത്, സെക്ഷൻ 112A പ്രകാരമായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ സെക്ഷൻ 112A നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്സ് നമ്മൾ ഇൻഡെപ്ത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എന്താണ് പ്രൊവിസോ 1 ഉം 2 ഉം എന്താണ്, ഇക്വിറ്റി ഷെയർസിനും ഇക്വിറ്റി ഓറിയന്റഡ് യൂണിറ്റ്സിനും ഇക്വിറ്റി യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഇക്വിറ്റി ഷെയർസിന് ഇക്വിറ്റി ഓറിയന്റഡ് യൂണിറ്റ്സിന് യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഇവർക്കൊന്നും എന്താണ് അണ്ടർ സെക്ഷൻ 112A പ്രകാരമായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ 112A നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോസ്റ്റ് ഓഫ് അക്വസിഷന്റെ കേസ് നമ്മൾ ഇൻഡെപ്ത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ. Fourth proviso to section 48. Fourth proviso to section 48. No indexation. No indexation
in case of debentures and bonds. So that means എന്തിന് indexation കിട്ടില്ല? Debenturesനും bondsനും. Debentures and bonds. So that means no indexation benefit. ഒരു ക്വസ്റ്റ്യൻ വരും, എല്ലാ ബോണ്ടിനും എല്ലാ ഡിബഞ്ചേഴ്സിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലേ? സോ നോട്ട് ചെയ്യുക, നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ ദാറ്റ് മീൻസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു ഡിബഞ്ചറോ ബോണ്ടോ ആണെങ്കിൽ എന്ത് കിട്ടില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ഈ പറയുന്നതാണെങ്കിൽ അലൗഡ് നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് in case of bonds or debentures except capital indexation bonds. So capital indexation bonds എന്ത് കിട്ടും? Indexation benefit കിട്ടും. Capital indexation bonds and sovereign gold bonds and sovereign gold bonds by RBI. No, so ഇത് നമ്മൾ 47 ഞാൻ പറഞ്ഞാൽ നമ്മൾ പിന്നീട് 48 ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു. ഇതാണ് ട്രാൻസ്ഫർ ബൈ an individual sovereign gold bond issued by RBI of redemption by way of redemption. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ട്രാൻസ്ഫർ അല്ല എന്ന് പറഞ്ഞു. എന്താണ്? ഇൻഡിവിജ്വൽ ആണെങ്കിൽ സോവറിൻ ഗോൾഡ്. ദാറ്റ് മീൻസ് ഇവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അത് ട്രാൻസ്ഫർ ആയിരിക്കണം. അവിടെ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവണം. സോ ദാറ്റ് മീൻസ് എപ്പോഴാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിൽ എപ്പോഴാണ് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ആകുന്നത്, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. സോ വെരി ഇമ്പോർട്ടന്റ്. 47ഉം 4th proviso to section 48 കൂടെ കൂട്ടിച്ചേർത്ത് വേണം 47ലെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ റിഡംഷൻ സോവറിൻ ഗോൾഡ് ബോണ്ട് ബൈ RBI ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ക്യാപിറ്റൽ ഗെയിനിലെ ഇൻഡെക്സേഷൻ കിട്ടത്തില്ലല്ലോ. സോ ഇവിടെ പറഞ്ഞു ഇൻഡെക്സേഷൻ കിട്ടും. എന്താണ്? ബോണ്ടിനും ഡിബഞ്ചേഴ്സിനും ഒഴികെ ക്യാപിറ്റൽ ഇൻഡെക്സേഷനും ബോണ്ടിനും ഗോൾഡ് സോവറിൻ ബോണ്ടിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പം ഓക്കെ, സോ ദാറ്റ് മീൻസ് as per section 47 no capital gain, that means transfer alla, no capital gain. Transfer allengil there will not be any capital gain will arise in case of individual on redemption of sovereign gold bonds issued by RBI. No capital, that means transfer alla engil section 47 പ്രകാരം transfer alla, individual സോവറിൻ ഗോൾഡ് ബോണ്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് ഇങ്ങനെ തിരിക്കാം. സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ബൈ RBI ബൈ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ. സോ സെക്ഷൻ 47 പ്രകാരം ഇൻഡിവിജ്വൽസിന് മാത്രമാണ്. നമ്മൾ എന്താണ്? ഇൻഡിവിജ്വൽ അല്ലാത്ത അതർ അസസീസ് ഇൻഡിവിജ്വലിന്റെ കേസിലും എന്താണ് പറഞ്ഞ? റിഡംഷൻ ആണ് പറയുന്നത്. റിഡംഷൻ ഓൺ ഇൻഡിവിജ്വലിന്റെ കേസിലും ഈ പറയുന്ന ഗോൾഡ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI റിഡംഷൻ ഓൺ മെച്യൂരിറ്റി ആണെങ്കിൽ, റിഡംഷൻ ഓൺ
മെച്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നോ ക്യാപിറ്റൽ ഗെയിൻ ആസ് പെർ അല്ലെ, ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്ഫർ, നോട്ട് എ ട്രാൻസ്ഫർ ആസ് പെർ സെക്ഷൻ 47. therefore നമുക്ക് എന്താ പറയാം? therefore no ക്യാപിറ്റൽ ഗെയിൻ. ട്രാൻസ്ഫർ ആണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം, ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ വന്നാൽ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് വരത്തില്ല? നോ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകില്ല. ഇൻഡിവിജ്വൽ ഉണ്ടോ? അതോ എടുത്തു പറയാം. നമ്മൾ ഇൻഡിവിജ്വൽ ഓൺ റിഡംഷൻ. സോ അതായത് ഇൻഡിവിജ്വൽ റിഡംഷൻ അല്ലാതെ ട്രാൻസ്ഫർ ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ, ട്രാൻസ്ഫർ ബിഫോർ മെച്യൂരിറ്റി, സോ മെച്യൂരിറ്റിക്ക് മുമ്പ് റിഡീം ചെയ്യുന്നല്ല, ട്രാൻസ്ഫർ ചെയ്താൽ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻസ് അട്രാക്ട് ഉണ്ടോ? സോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ബോണ്ട് ആണെങ്കിലും ഗോൾഡ് സോവറിൻ ഗോൾഡ് ബോണ്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനഫിറ്റ്, ഇൻഡെക്സേഷൻ ബെനഫിറ്റ് അവൈലബിൾ. ക്ലിയർ ആണോ പോയിന്റ്? 47ഉം 4th പ്രൊവിസോ ടു സെക്ഷൻ 48ഉം കൂടെ ചേർത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ ആണോ? അതേഴ്സിനാണെങ്കിൽ എന്താണ്? ഇതൊന്നും നോക്കാനില്ല. അതേഴ്സ് ആണെങ്കിൽ ഇൻഡിവിജ്വലിന് മാത്രമാണ്. റിഡംഷൻ ആണെങ്കിൽ എക്സംഷൻ കിട്ടുന്ന കേസ്. അതേഴ്സിനാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ. സോ ട്രാൻസ്ഫർ ആണെങ്കിലും മെച്യൂരിറ്റി റിഡംഷൻ ആണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻസ് അട്രാക്ട്. സോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്താൽ നമുക്കുണ്ടോ ഇവിടെ സെക്ഷൻ 4th പ്രൊവിസോ ടു സെക്ഷൻ 48 പ്രകാരം എന്താണ്? സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ. സോ വേറെ ബോണ്ട്സിനും ഇതിനല്ലാതെ ഈ പറയുന്ന എന്താണ് ഇൻഡിവിജ്വൽ റിഡംഷൻ ഓഫ് എക്സെപ്റ്റ് ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ ബോണ്ട് എന്ന പേരിൽ തന്നെ ക്യാപിറ്റൽ ഇൻഡെക്സേഷൻ ബോണ്ട് എന്നാണ്. ദെൻ ഗോൾഡ് സോവറിൻ ബോണ്ട്, ഇതിനൊഴിച്ച് ബാക്കി ഏതാണ്? ഏത് ബോണ്ട് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും എന്ത് കിട്ടില്ല? ക്യാപിറ്റൽ ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടൂല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ബട്ട് ഈ രണ്ട് കാറ്റഗറി ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ. ക്ലിയർ അല്ലേ? Then next one. Fifth proviso to section 48. Fifth proviso to section 48. The foreign fluctuation gain, foreign fluctuation gain on rupee appreciation against foreign currency at the time of redemption, of rupee denominated bonds, rupee denominated bonds RDB of Indian company shall be ignored
shall be ignored for the purpose of computing. For the purpose of computing. For the purpose of computing. Full value consideration. Full value of consideration. So foreign currency fluctuation on appreciation rupee, appreciation against foreign currency on the rupee denominated bonds. Rupee denominated bonds. On rupee denominated bonds will not be considered for the purpose of computing full value consideration. Full value consideration. Full value consideration. Okay, up to this point. Okay. Next one. Sixth proviso to section 48. Sixth proviso to section 48. Then put on the sixth proviso. As per section 47 clause 2. Transfer of capital asset under already 47 discuss under gift, comma, will or gift then will, comma, irrevocable trust. Irrevocable trust not treated as transfer. That's already 47 section 47 clause 2 will discuss capital asset by way of gift അല്ലെങ്കിൽ will അല്ലെങ്കിൽ revocable trust അനുസരിച്ചാണ് കിട്ടുന്നെങ്കിൽ അത് എന്തായിട്ട് കൂട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. but start എഴുതാ. But this clause shall not apply this clause shall not apply. This clause shall not apply to transfer under gift or under gift or an irrevocable trust of shares, comma, debentures. Shares, comma, debentures or warrants. Shares, comma, debentures or debenture warrants. Warrants allotted by company to its employees under
employee stock option plan. No. So that means the section 47 clause 2 capital asset, transfer of capital asset, transfer of capital asset by way of gift, no, capital asset gift, will, revocable trust. But this clause does not apply to transfer under gift or irrevocable trust of shares, debentures or warrants. If it is allotted by company to its employee under employee stock option plan. So section 47 clause that means it will be treated as transfer. It will be treated as transfer. No. E case clause 47 subsection, sorry, clause 47 clause 2 applicable agata case. Then as per sixth proviso to section 48. Fair market value on the date of transfer. On the date of transfer. That means date of gift. Gift or irrevocable trust shall be treated as full value of consideration of such shares, debentures or warrants. So that means the 47 clause 2 pragaram gift of any capital asset, will revocable trust of any capital asset will not be treated as capital, will not be treated as transfer, therefore there will not be any capital gain. But no, clause applicable alla. Gift ato, revocable trust ato, shares debentures company employees employee stock option plan and section 47 clause 2 will transfer so fourth, sixth proviso to section 48 FMB as on the date of transfer. That means gift shares gift another date FMB will be treated as full value of consideration for such shares or debentures or warrants. Clear or no? Clear on a point? So theory question around areas problem theory question areas. So right now areas question so then but problem area concentrate questions and intermediate level. But right now area touch multiple choice theory questions multiple choice area touch portion clear on then next one. This one. Seventh proviso to section 48. So very important. Security transaction tax paid on sale or purchase of shares or unit shall not be allowed under capital gain. So security transaction tax paid on sale or purchase capital gain consider shall not be allowed. Capital gain edukkan samadikilla.
So നമുക്ക് sometimes നമുക്ക് ഇപ്പോൾ ഈ STT paid at the time of sale. So സെയിലിന്റെ ടൈമിൽ പേ ചെയ്യണം നമുക്ക് എന്താണ് ശരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുക നമ്മൾ നേരത്തെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ മൈനസ് ലെസ് എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്കപ്പോ അവിടെ എടുത്തു പറയാൻ ദാറ്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി ഓൺലി കണക്റ്റഡ് ടു ട്രാൻസ്ഫർ. സോ ആക്ച്വലി ഇവിടെ എന്താണ് സെയിൽ നടത്തുമ്പോൾ എന്താണ് STT പെയ്ഡ് എന്താണ് സെയിൽ നമ്മൾ സെയിൽസ് ട്രാൻസ്ഫർ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം സെയിൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ആണ്. സെയിൽ നടത്തുമ്പോൾ സോ അതിന്റെ പാർട്ടായിട്ട് ദാറ്റ് മീൻസ് ട്രാൻസ്ഫറിന്റെ പാർട്ടായിട്ട് STT പേ ചെയ്താലും സോ 7th പ്രൊവിസോ ടു സെക്ഷൻ 48 പ്രകാരം എടുക്കാൻ പറ്റൂല. STT പെയ്ഡ് എന്താണ് വിൽ നോട്ട് ബി കൺസിഡർഡ് അല്ലെങ്കിൽ വിൽ നോട്ട് ബി അലൗഡ് ഷാൾ നോട്ട് ബി അലൗഡ് അണ്ടർ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് STT പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആണെങ്കിൽ എന്താണ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ എക്സ്പെൻസ്. ട്രാൻസ്ഫർ എക്സ്പെൻസ് ബ്രോക്കറേജിന്റെ കൂടെ ഇതും കൂടെ കയറ്റിവിടാം. ബിക്കോസ് ഉണ്ടോ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി ഇതെന്താണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് STT പേയ്ഡ് വന്നത്. പക്ഷേ എന്താണ് പ്രൊവിസോ 7th പ്രൊവിസോ ടു സെക്ഷൻ 48 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്രോക്കറേജോ അതർ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി ആയിട്ട് എടുത്തു. പക്ഷേ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് എന്തായിട്ട് എടുക്കണ്ട എക്സ്പെൻഡിച്ചർ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. നോട്ട് ട്രീറ്റ് ആസ് ട്രാൻസ്ഫർ എക്സ്പെൻസസ്. ട്രാൻസ്ഫർ expense. Then STT paid at the time of purchase. So purchase ന്റെ സമയത്ത് നമുക്ക് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെടുന്ന നമ്മൾ പറഞ്ഞാൽ ആദ്യം എന്ത് വിചാരിക്കും സോ അത് അക്വസിഷൻ കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കും. സോ ഓൾറെഡി എനിക്ക് ചിലവായതാണ്. സോ ഇത് ഞാൻ പർച്ചേസ് ചെയ്യണ്ടാൽ പറ്റില്ല. ബിക്കോസ് 7th പ്രൊവിസോ ടു സെക്ഷൻ 48 എന്താണ് പറഞ്ഞത് സെയിൽ സമയത്തോ പർച്ചേസ് സമയത്തോ എപ്പോൾ നിങ്ങൾ STT പേ ചെയ്താൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേയ്ഡ് ക്യാപിറ്റൽ ഗെയിനിൽ എവിടെയും കാണിക്കണ്ട. സോ പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് നോട്ട് അലൗഡ് ടു ആഡ് ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ക്ലിയർ ആണോ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്ലിയർ ആണോ? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എപ്പോൾ വന്നാലും എന്താണ് ക്യാപിറ്റൽ ഗെയിനിൽ ഇഗ്നോർ ചെയ്തേക്കാം. ഒരിടത്തും എടുക്കാൻ പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല. ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആയിട്ട് കുറയ്ക്കാന്ന് വെച്ചാൽ അത് നടക്കൂല. സോ പർച്ചേസ് സമയത്ത് എടുത്താണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കൂടെ ഫുൾ വാല്യൂ കൺസിഡറേഷന്റെ കൂടെ കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കൂടെ കൂട്ടാന്ന് വെച്ചാൽ അതും പറ്റൂല. ഓക്കെ, സോ നോക്കാം. സോ ഇത്രയും പ്രൊവിസോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി ഒരു നോക്കാം സെക്ഷൻ 48 ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ടു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ ആണോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നോക്കണ്ട. ദെൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് allowed to long term capital asset except okay, so very important except. So first discuss the first proviso to section 48 endarnu capital gain in case of non-resident. Capital gain in case of non-resident. So non-resident in the case asset Indian company shares in the case foreign purchase foreign first proviso നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ എന്ത് കിട്ടില്ല എന്ന് എടുത്ത് പറഞ്ഞുണ്ടോ
TTBR and TTSR average price indexation benefit illa, even though it is a long-term capital asset. Then fourth proviso to section 48. Fourth proviso to section 48. Capital gain in case of capital gains in case of debentures and bonds. Debentures and bonds. So gold sovereign bonds in the case we in depth where discuss cheyirunnu. So adallata remaining bonds in the case aanu ivida parayunnathu fourth proviso. Then അടുത്ത എന്താണ് ഏതിനെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു section 112A listed equity shares, then equity oriented units, then there are no units of business trust, So ഈ കേസിൽ നമ്മൾ ഇത്രയാണ് നമ്മൾ സെക്ഷൻ 48 പ്രകാരം ഡിസ്കസ് ചെയ്തത്. അത് കൂടാതെ ഒരെണ്ണം കൂടെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്ഷൻ 50B slump sale നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് സ്ലം സെയിലിന്റെ കേസിൽ ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഓൾറെഡി നമ്മൾ ഡിപ്രീഷിയബിൾ അസറ്റിന്റെ കേസ് നമ്മൾ ഓൾറെഡി PGUP തന്നെ പറഞ്ഞു സെക്ഷൻ 50 നമ്മൾ ഇവിടെയും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 50 പ്രകാരം ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഈവൻ ദോ ഇറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ബിക്കോസ് ഓരോ 12 മാസം കൂടുമ്പോഴും നമ്മൾ എന്താണ് വാല്യൂ കുറച്ച് ദാറ്റ് മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടില്ല. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന് നോർമലി ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല, എല്ലാ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനും കിട്ടും എക്സെപ്റ്റ് ഫസ്റ്റ് proviso to section 48, that means capital gain in case of non-residence in the case. So first proviso il parayna case, then fourth proviso debentures in bonds in case, then section 112A prakaramalla capital long term capital asset ആണെങ്കിൽ listed securities, equity oriented fund and units of business trust ആണെങ്കിൽ കിട്ടില്ല, slum sale ആണെങ്കിൽ കിട്ടില്ല. then നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്ന് പറയാം section 50 പ്രകാരം depreciable asset ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും, ലോങ് ടേം അസറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന നമ്മൾ ജനറലി നമ്മൾ പഠിച്ചിരുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഗെയിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ബട്ട് ഇത് സെക്ഷൻ 50 പ്രകാരം ഡീംഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഡീമിംഗ് പോർഷൻ ആണ്. ഡീംഡ് നമ്മൾ സെക്ഷൻ 50 ഡിസ്കസ് ചെയ്യും. ഡീംഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൂട്ടും. therefore gain will be short term capital gain. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലെ? 48 പ്രൊവിസോസും എപ്പോഴൊക്കെയാണ് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നതെന്നും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത 4 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ. So cost of acquisition in certain circumstances. So അതിനകത്ത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് 49 subsection 1 deemed cost of acquisition. 49 subsection 1 deeming portion ആണ് deemed cost of acquisition. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. If the asset was acquired from the previous owner under any of the following mode, then the cost of previous owner shall be deemed to be cost of acquisition for the asset in the hands of the assessee. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇവിടെയാണ് ആ ഒരു കേസ് ലോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു കേസ് നമ്മൾ ഒരേ ഒരു കേസ് ലോ ആണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിനിൽ ഈ പറയുന്ന രീതിയിലാണ് അസറ്റ് കിട്ടുന്നതെങ്കിൽ സോ അസസി ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. അസസി സോ അസസിക്കാണ് പ്രീവിയസ് ഓണർ. ഓക്കെ, സോ പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് അസസിക്ക് പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന്
So ഒരു asset. So capital asset. Previous owner. No, so if asset was acquired from the previous owner under any of the following mode. ഒന്നെങ്കിൽ ഗിഫ്റ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ വിൽ, by way of succession, inheritance, devolution, then on the total or partial partition of HF. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തല്ല, ട്രാൻസ്ഫർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തന്നെ under a transfer or to transfer to revocable or revocable trust. Then transfer of capital asset by holding company to wholly owned subsidiary company or. So first one, gifter, then will, succession, inheritance, partial partition on total or partial partition of future, under a transfer to revocable or irrevocable trust. Then under any of capital asset holding company to subsidiary company, any distribution of asset on liquidation of company, under a way, under any way transfer, section 47 clause 5 of capital asset under amalgamating company to amalgamated company, demerged company to Indian company, conversion by an individual of his separate property into HUF property. No. So ഇത്രയും കേസ് നമ്മൾ നോർമലി അവിടെ പറഞ്ഞതുപോലെ സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ആകാത്ത ഒരു കേസ്. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ ഗിഫ്റ്റ്, ഇൻഹെറിറ്റൻസ്, ആ ഒരു കേസാണ്. സോ തിയറി ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മൾ ആ സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ആകാത്ത കേസ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ അല്ലാത്ത രീതിയിൽ പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് അസസിക്ക് കിട്ടി. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം, പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് ഒരു ക്യാപിറ്റൽ അസറ്റ് ഗിഫ്റ്റ് ആയിട്ട് അസസിക്ക് കിട്ടി. ഗിഫ്റ്റ് ആയിട്ട് അസസിക്ക് കിട്ടുമ്പോൾ അസസിയുടെ ആക്ച്വലി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും? ഞാനാണ് അസസി എന്ന് വിചാരിക്കുക, എനിക്ക് ഒരു അസറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആണ്. സോ എനിക്ക് ഒരു വീടും സ്ഥലവും ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടി. സോ ഞാൻ ഈ അസറ്റ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഗിഫ്റ്റ് ആയിട്ടോ ഇൻഹെറിറ്റൻസ് ആയിട്ടോ കിട്ടിയാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് വരും? എന്തെങ്കിലും വരുമോ? സോ എനിക്കൊരു ക്യാപിറ്റൽ അസറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, ദാറ്റ് മീൻസ് ഫ്രീ ആയിട്ട് കിട്ടി ഇല്ല, അല്ലെ? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ അസറ്റ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ കിട്ടിയത്. ഈ ക്യാപിറ്റൽ അസറ്റ് ഞാൻ സെയിൽ നടത്തുമ്പോൾ, വിൽക്കുമ്പോൾ, സെയിൽ മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ. സോ എനിക്ക് എന്ത് കിട്ടും? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കിട്ടും. സോ ഇതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ, ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ എന്താണ്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമ്മൾ എന്താണ് കുറയ്ക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതൊന്നില്ലാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? ഈ കൺസിഡറേഷൻ മുഴുവൻ ഞാൻ എന്തായിട്ട് അടക്കേണ്ടി വരും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യേണ്ടി വരും. സോ ആ കേസിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ ഈ പറയുന്ന രീതിയിലാണ് ഗിഫ്റ്റോ, വില്ലോ, റിവോക്കബിളോ ഇറിവോക്കബിൾ ട്രസ്റ്റോ, അമാൽഗമേഷൻ, ഡിമർജർ, അങ്ങനെ നമ്മൾ 47 പറഞ്ഞ എല്ലാ കേസും, ദെൻ 47 പറയുന്ന എല്ലാ കേസിലും എന്തായിട്ട് എടുക്കണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി ഉണ്ടോ? എനിക്ക് ആക്ച്വലി ഇല്ലാണ്, പക്ഷെ പ്രീവിയസ് ഓണർക്ക് എന്തായിരിക്കും? ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? സോ എനിക്ക് ഗിഫ്റ്റ് എന്ന ആൾ ഈ അസറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അയാൾക്ക് ഒരു കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിട്ട് എടുക്കാനുണ്ട്? കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. സോ അസസിയുടെ കോസ്റ്റ് എന്തായിട്ട് എടുക്കുക? കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. പ്രീവിയസ് ഓണർ. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. ക്ലിയർ ആണോ? കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിട്ട് കണ്ടോ? അപ്പൊ നമുക്ക് എന്തായി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ എടുത്തല്ലോ. സോ നമുക്കിത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ടാണ് ഇത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എടുക്കുന്നത്. കോസ്റ്റ് ആരുടെ എടുക്കുന്നത്? പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണ് എടുക്കുന്നത്. സോ ഉണ്ടോ? അസറ്റ് അക്വയർഡ് under section 48, the period of holding of asset by previous owner shall be considered. So that means long term capital asset ആണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് അറിയാനുള്ള പീരീഡ് ഓഫ് ഹോൾഡിംഗ്. സോ നമ്മുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നമ്മൾ സെക്ഷൻ 48 പ്രകാരം എങ്ങനെയാ പഠിച്ചത്? ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി ടു എന്നാണോ ട്രാൻസ്ഫർ. സോ ആക്ച്വൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്നാണോ അസസിക്ക് കിട്ടിയ അന്നത്തെ ഡേറ്റ് മുതൽ അസസി ട്രാൻസ്ഫർ ചെയ്ത് തൊട്ട് മുമ്പത്തെ ഡേറ്റ് വരെ അല്ലേ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സോ അതെന്താണ്? അത് നോർമൽ കേസിലാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്? അസസിക്ക് ഉണ്ടായ കോസ്റ്റ് എടുക്കുന്നത്.
പക്ഷെ ഈ പറയുന്ന സെനാരിയോയിലാണെങ്കിൽ നമ്മൾ കോസ്റ്റ് എടുക്കുന്ന ആരുടെയാണ്? പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണ് എടുക്കുന്നത്. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണ് എടുക്കുന്നത് അല്ലെ? സോ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് പീരീഡ് ഓഫ് ഹോൾഡിങ്ങും എന്നോട്ട് എടുക്കാം എന്നാ പറയുന്നത്. പ്രീവിയസ് ഓണർ ഷാൽ ബി അസെറ്റ്. Previous asset. Then the period of holding of asset by previous owner shall also be considered. So period of holding എന്ന് കൊടുക്കും? Previous owner എന്നാണോ പർച്ചേസ് ചെയ്തത് ആ ഡേറ്റ് മുതൽ അസസി ട്രാൻസ്ഫർ ചെയ്യുന്ന എന്നാണോ അന്ന് വരെ പ്രീവിയസ് ഓണർ ഹോൾഡിംഗ് പീരീഡ് എന്താണ്? കൺസിഡേർഡ്. ക്ലിയർ ആണോ? പ്രീവിയസ് ഓണർ ഹോൾഡിംഗ് പീരീഡ് ഓൾസോ കൺസിഡേർഡ്. ഓക്കെ ആണോ? എടുക്കാൻ കാര്യം മനസ്സിലായില്ലേ? ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. സെക്ഷൻ 48 പ്രകാരം നമുക്ക് ഉണ്ടോ? സോ നാല് കാറ്റഗറി ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അല്ലെ? സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എന്ത് കിട്ടേണ്ടതാണ്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടേണ്ടതാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ ഇവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻടു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി എന്നാ പറയുന്നത് അല്ലെ? സോ ഇവിടെ ഉണ്ടോ നമ്മുടെ പ്രൊവിഷനില് ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി അല്ലെങ്കിൽ ഇൻഡെക്സ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഓഫ് 2001-2002 വിച്ച് എവർ ഈസ് ലേറ്റർ. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആരുടെ എടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആരുടെ എടുക്കണം? എന്നാ പറഞ്ഞിരിക്കുന്നത്? അസസിക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടോ? ഈ കേസില് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആരുടെയാണ് എടുക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ടു ദ പ്രീവിയസ് ഓണർ അല്ലേ? ഗിഫ്റ്റ് ആയിട്ടോ ഇൻഹെറിറ്റൻസ് ആയിട്ടോ കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി കോസ്റ്റ് ഓഫ് അക്വസിഷൻ ടു ദ പ്രീവിയസ് ഓണർ അല്ലേ? ദെൻ പക്ഷേ ഉണ്ടോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് മാത്രം എന്ത് പറഞ്ഞിരിക്കുന്നു? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് മാത്രം ഉണ്ടോ ആക്ട് പ്രകാരം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് മുതൽ എടുക്കാൻ പറ്റുള്ളൂ? എന്നാണോ അസസി ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി എന്ന് തന്നെയാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി അസസിക്ക് കിട്ടിയ ഡേറ്റ് ആണ് എടുക്കേണ്ടത് അന്നത്തെ. സോ ഏത് ഡേറ്റ് ആണോ ആ പ്രീവിയസ് ഇയറിലെ CII എടുക്കാനാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 48 പ്രകാരം പ്രൊവിഷൻ പറയുന്നത്. പക്ഷേ സോ അവിടെ നമ്മൾ ജനറലി നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ടു ദ അസസി ആണ് എടുക്കുന്നത്. ബട്ട് ഈ കേസിലെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ടു ദ പ്രീവിയസ് ഓണർ ആണ് എടുക്കുന്നത്. സോ ദെൻ നമ്മളിവിടെയാണ് ഒരു കേസ് വെക്കുന്നുണ്ട്. ഒരു കേസിലുണ്ട് സുപ്രീം കോടതി കേസിലാണ് മഞ്ജുള ജെ ഷാ. ഈ കേസ് ലോ പ്രകാരം പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 49 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ടു ദ പ്രീവിയസ് ഓണർ ദെൻ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ കണ്ടുപിടിക്കുന്നത് എന്താണ്? പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് പീരീഡും കൺസിഡർ ചെയ്തിട്ടാണ്. സോ പിന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റുമോ? സോ ഒന്ന് ആലോചിക്കേണ്ട. കോസ്റ്റ് എടുത്ത ആരുടെയാണ്? പ്രീവിയസ് ഓണറുടെ. ഹോൾഡിംഗ് പീരീഡ് ഓഫ് പ്രീവിയസ് ഓണറുടെ മുതൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വരെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ടാണ് ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയത്. സോ എന്നിട്ട് പറയുകയാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കുമ്പോൾ മാത്രം എന്ത് തരൂല എന്ന് പറയുന്നു? പ്രീവിയസ് ഓണറുടെ തരില്ല, ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി എന്നാണ് സെക്ഷൻ 48 പറയുന്നത്. സോ ഉടനെ കോർട്ട് എന്ത് പറഞ്ഞു? സുപ്രീം കോർട്ട് അത് പറ്റില്ല. സോ കോസ്റ്റ് ഓഫ് അക്വസിഷനും പീരീഡ് ഓഫ് ഹോൾഡിംഗും നിങ്ങൾ പ്രീവിയസ് ഓണറിന്റെ എടുക്കുമ്പോഴത്തേക്കും എന്ത് കൊടുക്കണം? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് CIയും എന്നത്തെ കൊടുക്കണം? പ്രീവിയസ് ഓണറുടെ എന്നാണോ അക്വയർ ചെയ്ത് ആ പ്രീവിയസ് ഇയറിലെ CII കൊടുക്കണം എന്ന് പറയുന്നതാണ് എന്ത്? മഞ്ജുള ജേഷ. സോ ദാറ്റ് മീൻസ് ഉണ്ടോ നമുക്ക് എക്സാമിന് 49 സബ്സെക്ഷൻ 1 കവർ ചെയ്യുന്ന ഒരു അസറ്റ് വന്നാൽ ആസ് പെർ പ്രൊവിഷൻ സെക്ഷൻ 48 പ്രകാരം നമ്മൾ എന്താണ്? ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി. ബട്ട് ആസ് പെർ ഉണ്ടോ ഒരു ഇതും കൂടെ ഉണ്ട്. ബട്ട് ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ കേസ് ലോ അപെക്സ് കോർട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു മഞ്ജുള ജേഷ കേസ് ലോ പ്രകാരം CII കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പോലെ എടുക്കണം? പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് പ്രീവിയസ് ഓണർ ഫസ്റ്റ് ഹെൽഡ് ചെയ്ത് എന്നാണോ അന്ന് മുതലുള്ള
കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൂടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം ഇതുവരെ ആരും വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ പറയുന്ന കേസ് ലോയുടെ പേര് ഒരേ ഒരു കേസ് ലോ ആണ് നമ്മൾ കൂട്ടിയിടുന്നത് ഇന്റർമീഡിയറ്റ് ലെവലില്. സോ ബാക്കി കേസ് ലോസ് എല്ലാം ഫൈനൽ ലെവലിലാണ് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് ഇന്റർമീഡിയറ്റ് ലെവലിലെ ഒരേ ഒരു നമ്മൾ എല്ലാം, അതായത് ക്വസ്റ്റ്യൻ വന്നാൽ മസ്റ്റായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു, ബിക്കോസ് ഇതായിരിക്കും SSCക്ക് ഗുണമായിട്ടുള്ളത്, ഇതായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആസ് പെർ ഡിസിഷൻ ഓഫ് അപ്പെക്സ് കോർട്ട് ഇൻ ദ കേസ് ലോ മഞ്ജുള ജേഷ, നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് മുതൽ എടുക്കാം? പ്രീവിയസ് ഓണർ ഫസ്റ്റ് ഹെൽഡ്, പ്രീവിയസ് ഓണറുടെ അക്വസിഷൻ ഡേറ്റ് എന്നാണോ ആ പ്രീവിയസ് ഇയർ മുതൽ എടുക്കാം. പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ ഞാൻ ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ 49 സബ്സെക്ഷൻ ആണ്, അതായത് സെക്ഷൻ 47 പറഞ്ഞ അതിലെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ പ്രീവിയസ് ഓണർ എടുക്കും, പീരീഡ് ഓഫ് ഹോൾഡിംഗ് പ്രീവിയസ് ഓണർ എടുക്കും, ഇൻഡെക്സേഷൻ വരെ. സെക്ഷൻ 48 പ്രകാരം നമുക്ക് എന്താണ് ആക്ട് പ്രകാരം ഫസ്റ്റ് ഹെൽഡ് ബൈ SSC എടുക്കാൻ പറ്റുള്ളൂ, അത് നമ്മൾ കാണിക്കണം. ബട്ട് ആസ് പെർ ഡിസിഷൻ ഓഫ് ദ കേസ് ലോ മഞ്ജുള ജേഷ നമുക്ക് എന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കാം? പ്രീവിയസ് ഓണറുടെ അക്വസിഷൻ ഡേറ്റിലെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കാം എന്ന് പറയുന്നതാണ് മഞ്ജുള ജേഷ എന്ന് പറയുന്ന കേസ് ലോയുടെ ഡിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ട്. ഇപ്പൊ ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞു 49 സബ്സെക്ഷൻ 1 ഇത്രയും പറഞ്ഞ കേസ് ആണെങ്കിൽ കോസ്റ്റ് ടു പ്രീവിയസ് ഓണർ. ദെൻ ഇനി സ്പെഷ്യൽ കേസസ്, നോർമലി കോസ്റ്റ് ഓഫ് അക്വസിഷൻ മീൻസ് SSC വാങ്ങിച്ച കോസ്റ്റ് തന്നെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. സോ ദെൻ സെക്ഷൻ 55 പ്രകാരം, ബിക്കോസ് നമുക്കുണ്ടോ ഈ എന്ത് ഒരു ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്, ബിക്കോസ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ, സെയിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമ്മൾ കുറയ്ക്കുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്. അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അറിയെങ്കിലും എന്തറിയണം? Cost of acquisition into CII for the year of transfer divided by CII first held for the year in which SSC first held by SSC or 2001-2002 whichever is later എന്നാണ് സെക്ഷൻ 48 പറയുന്നത്. 49 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അസറ്റ് ആണെങ്കിൽ ഈ ഫസ്റ്റ് ഹെൽഡ് ബൈ SSC എന്നുള്ളത് എങ്ങനെയാവും? ഒരു കേസിലും കൂടെ കൂടിച്ചേരും മഞ്ജുള ജേഷ. സോ ദ പ്രീവിയസ് ഓണർ അക്വയർ ചെയ്ത ഡേറ്റിലെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കുറയുക മീൻസ് ബെനിഫിറ്റ്, അതായത് ലെസ് ചെയ്യുന്ന എമൗണ്ട് കൂടും. ദാറ്റ് മീൻസ് ടാക്സേഷൻ കുറയും, ക്യാപിറ്റൽ ഗെയിൻ കുറയും, ടാക്സ് ലയബിലിറ്റി കുറയും. ഓക്കെ, സെക്ഷൻ 55 കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. സോ at the first cost of acquisition in certain cases. So first one നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാണ്. വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഫസ്റ്റ് വൺ cost of acquisition in case of cost of acquisition in case of goodwill, in case of cost of acquisition in case of goodwill, of business or profession. Then trademark or brand name trademark or brand name associates with business or profession. Okay. First, cost of acquisition in case of goodwill, then trademark അല്ലെങ്കിൽ brand name, then
Next, right to manufacture, produce. Patent and copyright. Patent and copyright. Patent, copyright. Then tenancy right. Tenancy right. Etc. So, frame case cost of acquisition. So that means goodwill, trademark, brand name, patent, copyright, tenancy right. So, this case cost of acquisition in the parinada. Cost of acquisition in the parinada. Self-generated anangil. So goodwill self-generated anangil. Cost of acquisition. Self-generated anangil cost of nil. So goodwill adala nammal vera oru business inde goodwill purchase cheyidada anangil idu varum purchase price. Cost of acquisition nu പറഞ്ഞാൽ എന്തായിരിക്കും? Purchase price ആയിരിക്കും cost of acquisition. ഇവിടെ cost of acquisition will be nil. Self-generated ആണെങ്കിൽ purchase goodwill അല്ലെങ്കിൽ copyright, trademark, patent ഒക്കെ ആണെന്നുണ്ടെങ്കിൽ cost of acquisition will be low. എനിക്ക് എത്രയാണോ പർച്ചേസ് ചെയ്തത് അത് മേടിക്കാനായിട്ട് എത്രയാണോ പർച്ചേസ് ചെയ്ത പ്രൈസ് എത്രയാണോ ആ പ്രൈസ് ആയിരിക്കും എന്റെ ആ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്തപ്പോൾ ഉണ്ടായ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ക്ലിയർ ആണോ? സോ ഒരു പ്രത്യേക അതായത് ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് മീൻസ് ഗുഡ്വില്, ട്രേഡ്മാർക്ക്, ബ്രാൻഡ് നെയിം, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ടെൻസ് റൈറ്റ്, സെൽഫ് ജനറേറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇല്ല. പർച്ചേസ് ചെയ്താണെങ്കിൽ തന്നെ എത്രയാണോ പർച്ചേസ് പ്രൈസ് അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ക്ലിയർ ആണോ? രണ്ട് മൂന്ന് പോയിന്റ്സ് ഇവിടെ ശ്രദ്ധിക്കണേ. എന്നിട്ട് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് വരാം. ബെനിഫിറ്റ് ഓഫ് fair market value as on 1/4/2001 not available in case of the above assets. So ഈ പറയുന്ന അസറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അസറ്റ് അക്വയർ ചെയ്ത ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യുന്നത് 1/4/2001 മുകളിലാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV as on 1/4/2001 whichever is higher will be treated എന്ന് പറഞ്ഞു. സോ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എവിടെ കിട്ടില്ല? എത്രയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതിന് മുമ്പ് പർച്ചേസ് ചെയ്താണെങ്കിലും will be treated as cost of acquisition will be treated as cost of purchase price will be treated as cost of acquisition. എന്ത് ബെനിഫിറ്റ് കിട്ടില്ല? ഇതിന് മുമ്പ് 1/4/2001 മുമ്പ് പർച്ചേസ് ചെയ്താണെങ്കിലും ഈ പറയുന്ന മാർക്കറ്റ് വാല്യൂ ഹയർ ആണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് അതിന് കിട്ടില്ല. ഈ പറയുന്ന അസറ്റ് ദാറ്റ് മീൻസ് ഇതെല്ലാം എന്താണ്? ഒരുതരം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് അല്ലെ? സോ ഒരിക്കലും എന്തല്ല ടാഞ്ചിബിൾ അസറ്റ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂവിന്റെ ബെനിഫിറ്റ് ഇതിന് കിട്ടില്ല. Then capital gain on transfer of self-generated goodwill or self-generated trademark or brand name is not chargeable to tax. Is not chargeable to tax. Is not chargeable to tax. Is not chargeable to tax up to assessment year 2020-21.
2020-21 വരെ എന്തായിരുന്നു ടാക്സബിൾ അല്ല. സോ അതിന്റെ മീനിങ് എന്താണ്? അതിനുശേഷം ടാക്സബിൾ ആണ്. സോ ലാസ്റ്റ് ഇയറിൽ മുമ്പ് ഉണ്ടായിരുന്ന അമെന്റ്മെന്റിന്റെ പാർട്ടായിട്ട് വരുന്ന ഗുഡ് വില്ലിന്റെ ഒരു കേസ് നമ്മൾ ഓൾറെഡി PGP ചാപ്റ്ററിലും പറഞ്ഞതാണ്. ഗുഡ് വില്ലിന്റെ ഒരു കേസ്. ഇൻ കേസ് ഓഫ് ഗുഡ് വിൽ, in case of goodwill, in respect of which depreciation under section 32 has been obtained by the assessee in any previous year up to previous year 1920, then the cost of acquisition of such goodwill would be amount of such purchase price, as reduced by total amount of depreciation up to 1920, up to previous year 1920, obtained by assessee. Okay, so previous year 1920 വരെയുള്ളതാണ്. So that means previous year 2021, നമ്മുടെ previous year മുമ്പുള്ള 22-23 ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ അസസ്മെന്റ് ഇയർ ആയ 23-24 എന്താണ് ഈ പറയുന്ന കുറയ്ക്കും കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. ഗുഡ്വില്ലിന് എന്താണ് വാല്യൂവിന്റെ പുറത്ത് നേരെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് കണ്ടിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാതെ ഇരുന്നാൽ മതിയാവും. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഡിപ്രീഷിയബിൾ അസറ്റ് ആയിട്ട് എടുക്കില്ല. എന്ത് മുതൽ? പ്രീവിയസ് ഇയർ 1920 മുതൽ ഗുഡ്വില്ലിനെ. സോ ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ PGBP ഡിസ്കസ് ചെയ്താണ് ഗുഡ്വിൽ. സോ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തിനെ? ഗുഡ്വില്ലിനെ 25% ഡിപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസറ്റില് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? സോ അത് നമുക്ക് എങ്ങനെ സമ്മപ്പ് ചെയ്യാം? അതായത് ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഫസ്റ്റ് സെനാരിയോ പറയുന്നത്. സ്പെഷ്യൽ കേസിന്റെ കേസിലാണ്. സോ ഗുഡ്വില്, ട്രേഡ് മാർക്ക്, സോ അത് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷനിലായിരിക്കും. പർച്ചേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി പർച്ചേസ് പ്രൈസ്. സോ ഇതിന് എന്ത് കിട്ടില്ല? 1/4/2001 മുമ്പ് പർച്ചേസ് ചെയ്താലും ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ബെനിഫിറ്റ് കിട്ടില്ല. അപ് ടു അസസ്മെന്റ് ഇയർ 2020 ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ അസസ്മെന്റ് ഇയറിന് ഒത്തിരി മുമ്പ് വരെ ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെയും സെൽഫ് ജനറേറ്റഡ് ട്രേഡ് മാർക്കിന്റെ ബ്രാൻഡ് നെയിമിന്റെ പുറത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ചെയ്യില്ലായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. PGBP പ്രകാരം ഗുഡ്വില്ലിന്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടില്ല? ഡിപ്രീസിയേഷൻ കിട്ടില്ല. സോ ദാറ്റ് മീൻസ് നോൺ ഡിപ്രീഷിയബിൾ അസറ്റ് ആയിട്ട് എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെ ആയിരിക്കും. എന്ത് ഓരോ തവണ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും എടുക്കുന്നത്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ പോയിന്റ്? സെക്കൻഡ് വൺ. ഫസ്റ്റ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ കേസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. Then second one, so very important, bonus shares or
securities. So bonus shares or securities. Then ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ ബോണസ് ഷെയർസ് മീൻസ്? ബോണസ് ഷെയർസ്, ബോണസ് ഷെയർസ് ഇതിന്റെ മീനിങ് എന്താണ്? എങ്ങനെ കിട്ടുന്നതാണ് ഈ ബോണസ് ഷെയർസ്? സോ ഞാൻ കമ്പനിയിൽ ഇത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ കമ്പനിക്ക് എന്താണ് പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓൾറെഡി ഹോൾഡ് ബോണസ് എന്താണ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്താണ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ട് കിട്ടുന്നതാണോ അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണോ? ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ ഒരു കമ്പനിയിൽ എനിക്ക് ബോണസ് ഷെയർ 1000 ഷെയർസ് ഹെൽഡ് ചെയ്യുന്നുണ്ട്. സോ 1000 ഷെയർസ് ഹെൽഡ് ചെയ്യുന്നവർക്ക് കമ്പനി തീരുമാനിക്കുന്നതാണ് 10 ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കാം. സോ ബോണസ് വേർഡിൽ തന്നെ ഉണ്ട്. ബോണസ് ഷെയർസ് കിട്ടുന്ന ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ? ബോണസ് ഷെയർസ് ഇല്ല. സോ ദാറ്റ് മീൻസ് എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, നിൽ. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ല് പോലെ വരും. ഇവിടെയാണ് നമുക്ക് പിന്നെ എന്തിനാണ് ഇത്ര ഇതായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇഫ് ബോണസ് അക്വയർഡ്, അതായത് ബോണസ് ഷെയർസ് അക്വയർഡ് അസസി അക്വയർഡ് ബിഫോർ 1/4/2001. സോ 2001 മുമ്പാണ് ബോണസ് ഷെയർസ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്താണ് സോ 2001 മുമ്പാണ് ഒരു അസറ്റ് കിട്ടുന്നെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി എങ്ങനെയാണ് എടുക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആസ് ഓൺ 1/4/2001 whichever is later. സോ ദാറ്റ് മീൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2000. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എനി കോസ്റ്റ് കിട്ടുന്നതാണ്. സോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ദാറ്റ് മീൻസ് നില്ലാണോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആയിരിക്കും കൂടുതലായിട്ട് വരിക? ഒബ്വിയസ്ലി എന്തായിരിക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 will be the cost of acquisition. Will be the cost of acquisition. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സോ ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ബെനിഫിറ്റ് കിട്ടൂല ഇൻടാഞ്ചിബിൾ അസറ്റിന്. പക്ഷെ ഇവിടെ എന്താണ്? കിട്ടും. സോ ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ 1/4/2001 ആണെങ്കിൽ ബോണസ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി തന്നെ 0 കോസ്റ്റിലാണ് കിട്ടുന്നത്. 0 ആണോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് ആണോ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആയിരിക്കും ഹയർ ക്വാണ്ടിറ്റി. സോ അതെടുത്തു. അങ്ങനെയാണ് ഇത് വരുന്നത്. ദെൻ ഇഫ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2001 ആ കേസിൽ എന്തായിരിക്കും? ബോണസ് ഷെയർ കിട്ടിയത് എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. അവിടെ എന്തായിരിക്കും? നില്ലായിരിക്കും. ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി നിൽ. ക്ലിയർ ആണോ? 1/4/2001 മുമ്പാണെങ്കിൽ എന്താണ്? നില്ല് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ whichever is higher as on 1/4/2001. സോ ഒബിയസ്ലി എന്ത് കൂടുതലായിരിക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടുതലായിരിക്കും. അവിടെ നമ്മൾ എന്തെടുത്തു? ഫെയർ മാർക്കറ്റ് വാല്യൂ as on 1/4/2001. ദെൻ അതിനുശേഷമാണെങ്കിൽ എന്തായിരിക്കും? ആക്ച്വൽ കോസ്റ്റ് വിൽ ബി നിൽ. സോ ആ നില്ലായിരിക്കും എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് ബോണസ് ഷെയർസ് കിട്ടിയാൽ സെയിൽ നടക്കുമ്പോൾ ഇവിടെ ഒരു സെയിൽ നടക്കുമ്പോൾ ഇതിന് ശേഷമാണ് സെയിൽ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ബോണസ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വൽ കോസ്റ്റ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമുക്ക് എന്താണ്? 0 കോസ്റ്റ്, ഒന്നും തന്നെ കുറയ്ക്കാനില്ല. ബിക്കോസ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ബോണസ് ആയിട്ട് കിട്ടിയതാണ്. ദെൻ ഇവിടെ ഒരു കാര്യം നോക്കണം. ബോണസ് ഷെയർസിന്റെ കേസിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് മുതലായിരിക്കും എടുക്കുന്നത്. സോ എനിക്ക് ആക്ച്വൽ ഷെയർസ് 1000 ഉള്ളതുകൊണ്ടാണ് 100 ഷെയർസ് അല്ലെങ്കിൽ 10 ഷെയർസ് ബോണസ് ആയിട്ട് കിട്ടിയത്. ഈ ബോണസ് ഷെയർസ് 1000 ഷെയർസ് എന്താണ്? എന്റെ ഒറിജിനൽ ഷെയർസ് ആണ്. സോ ബോണസ് ഷെയർസിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് മുതൽ എടുക്കും? പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് മുതലായിരിക്കും ഫ്രം the date of allotment.
from the date of allotment will be considered. So from the date of allotment. So period of holding compute ചെയ്യുമ്പോൾ എന്താണ് എന്നാണോ ആ പറയുന്ന ബോണസ് ഷെയർസ് അലോട്ട് ചെയ്തത് അന്ന് മുതലുള്ള ഡേറ്റ് എന്ത് ചെയ്യും കൺസിഡർ ചെയ്യും ഫോർ ദ പർപ്പസ് ഓഫ് എന്താണെന്ന് അറിയാൻ അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് അറിയാനായിട്ട് അവിടെ നമുക്ക് 3 കാറ്റഗറി ഉണ്ട് 12 months 24 months 36 months. സോ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ദെൻ എത്ര മന്ത്സ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ട് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് ബൈഫർക്കേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ തേർഡ് വൺ. സോ നമ്മളിപ്പോ ബോണസ് ഷെയർസിന്റെ കേസ് പറഞ്ഞു. ദെൻ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണെങ്കിൽ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് സെക്യൂരിറ്റീസ്. സോ ബോണസ് ഷെയർസിന്റെ കേസ് എന്താണ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് ഷെയർ ഹോൾഡർക്ക്. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് സോ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് എന്താണ് ഒറിജിനൽ ഒരു 5 രൂപയുടെ ആണെങ്കിൽ ഈ റൈറ്റ് ഷെയർസ് എത്ര രൂപ കിട്ടും 2 രൂപ കിട്ടും. ദാറ്റ് മീൻസ് ആ ഒരു ബെനിഫിറ്റ് കൊടുക്കും. ദാറ്റ് മീൻസ് ഫുൾ ഫ്രീ ആയിട്ട് ബോണസ് ആയിട്ടല്ല കൊടുക്കുന്നത്. റൈറ്റ് ഷെയർസ് ഓൾറെഡി കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് എന്താണ് അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താണ് 5 രൂപയ്ക്കാണ് പുറത്ത് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് ഇവർ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വർഷങ്ങളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് എന്താണ് നമുക്ക് എന്താണ് ഒരു ബെനിഫിറ്റ് കൊടുക്കുകയാണ്. 5 എന്നുള്ളതിന് പകരമാണ് 2 രൂപയ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 സെനാരിയോ ആണുള്ളത്. If acquired by shareholders, if acquired by shareholders, so shareholders അത് acquire ചെയ്താൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് വരും? സോ ഉണ്ടോ 5 രൂപയുടേത് 2 രൂപയ്ക്കാണ് കൊടുത്തെങ്കിൽ ഷെയർ ഹോൾഡർക്ക് എത്ര രൂപ വെച്ചാണ് 5 ആണോ 2 ആണോ ആയത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ജനറൽ മീനിങ് എന്താണ് ഞാൻ വാങ്ങിച്ചപ്പോൾ സോ ഷെയർ ഹോൾഡർ ആ ഷെയർ വാങ്ങിച്ചപ്പോൾ ആയത് 5 ആണോ 2 ആണോ? കമ്പനി ഒരു ഓഫർ റൈറ്റ് ഓഫർ ആണ് റൈറ്റ് ഷെയർസ് ഓഫർ ചെയ്യാണ്. സോ ഔട്ട്സൈഡ് പേഴ്സൺ അല്ലെങ്കിൽ മാർക്കറ്റിൽ 5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ബട്ട് യു ആർ ഞങ്ങളുടെ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ് നിങ്ങൾക്ക് 2 രൂപയ്ക്ക് തരാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5 ആയിരിക്കോ 2 ആയിരിക്കോ? ഷെയർ ഹോൾഡറുടെ വ്യൂ പോയിന്റിലാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറയേണ്ടത്. സോ എമൗണ്ട് പെയ്ഡ് ടു ദ കമ്പനി, എമൗണ്ട് പെയ്ഡ് അതായത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് 2 എമൗണ്ട് പെയ്ഡ് ടു ദ കമ്പനി. റിനൗൺസ്മെന്റ് ഓഫ് റൈറ്റ്, റിനൗൺസ്മെന്റ് ഓഫ് റൈറ്റ്. സോ റൈറ്റ് വേണ്ട എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വേണ്ട. നെക്സ്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ഷെയർസ് ആർ purchased by a person in whose favor assessee renounce the right. ഈ സെനാരിയോ എന്ന് വെച്ചാൽ അസസി വേണ്ടാന്ന് വെച്ചില്ല, അസസി എന്താണ് ആ റൈറ്റ് വേറെ ഒരാൾക്ക് കൊടുത്തു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു സെനാരിയോ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എവിടെയാണ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ ഇതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ കേസിലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാനായിട്ട് സോ ഒരു 10 രൂപയുടെ ഷെയർ ആണ് 10 രൂപയുടെ ഷെയർ ആണ് വിചാരിക്കും. 10 രൂപയുടെ ഷെയർ ആണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്നത്. സോ റൈറ്റ് ഷെയർസ് ഓഫർ ചെയ്യുന്ന 5 രൂപയ്ക്ക്. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് എന്താണ് ഇനി ഷെയർ വാങ്ങിക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്തു വേണ്ടാന്ന് പറഞ്ഞില്ല, എന്താണ് മിസ്റ്റർ വൈക്ക് കൊടുത്തു. മിസ്റ്റർ വൈക്ക് റിനൗൺസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു സോ ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന റൈറ്റ് ഷെയറിനുള്ള റൈറ്റ് നിങ്ങൾക്ക് റിനൗൺസ് ചെയ്യാണ്. സോ മിസ്റ്റർ വൈ നിങ്ങൾ പറയാം ഇത് 10 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്നതാണ്, നിങ്ങൾ എനിക്ക് എത്ര തരണം 2 രൂപ തന്നാൽ ഈ റൈറ്റ് നിങ്ങളുടെ പേരിൽ. ദാറ്റ് മീൻസ് മിസ്റ്റർ വൈ 2 രൂപ ആർക്ക് കൊടുക്കണം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം.
then ഈ റൈറ്റ് കിട്ടിയാൽ ഈ ഷെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണം? 5 രൂപ കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ വൈയുടെ വ്യൂ പോയിന്റിൽ എടുക്കുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ത് വരും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ത് വരും? രണ്ടാണോ 5 ആണോ 7 ആണോ? So that means cost of acquisition in case of ഈ പറയുന്ന റൈറ്റ് ഷെയർ പർച്ചേസ് ചെയ്യുന്ന അസസി whose favor അസസി ഈ പേഴ്സന്റെ വരും. സോ ദാറ്റ് മീൻസ് റിനോൺസർക്ക് കൊടുത്തത് റിനോൺസർക്ക് കൊടുത്തത് സോ എന്ത് വരും? amount paid to renouncer plus എന്താണ് amount paid to company. ക്ലിയർ ആണല്ലേ? സോ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ റിനോൺസ്മെന്റ് പ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത്. ഇവിടെ ഈ കേസിൽ റിനോൺസ് ദ റൈറ്റ് കോസ്റ്റ് ഓഫ് അക്വസിഷനിലാണ് റിനോൺസ്മെന്റ് ആയിട്ട് പുള്ളിക്ക് എന്ത് കിട്ടും? 2 രൂപ കിട്ടും. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുവരും? ക്യാപിറ്റൽ ഗെയിൻ. സോ ക്യാപിറ്റൽ ഗെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ 2 മൈനസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇല്ല 2 വരും. ആർക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്? റിനോൺസർക്ക്. സോ പർച്ചേസർക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ത് വരും? റിനോൺസർക്ക് കൊടുത്ത ഈ 2 പ്ലസ് ബിക്കോസ് റിനോൺസർക്ക് ഒരു കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇല്ലാതെ എന്താണ്? സോ എക്സ്റ്റിംഗ്വിഷ്മെന്റ് റിലിംഗ്വിഷ്മെന്റ് ഓഫ് റൈറ്റ് എല്ലാം സെക്ഷൻ 47 പ്രകാരം സെക്ഷൻ 2 സബ് സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്ന ആർക്കും? റിനോൺസറുടെ കേസിലും. ബിക്കോസ് റിനോൺസർക്ക് 2 രൂപ കിട്ടി. എന്താണ്? ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാതെ റൈറ്റ് വന്നു, അയാൾ വേറൊരാൾക്ക് കൊടുത്തു, അയാൾ 2 രൂപ അതിൽ നിന്ന് നേടിയെടുത്തു. സോ അവിടെ എന്തൊരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ 2 rupees വരും. സോ ഇവിടെ ആരുടെ ഫേവറിൽ നമുക്ക് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സൺ. സോ എമൗണ്ട് റിനോൺസർക്ക് കൊടുത്ത 2 പ്ലസ് കമ്പനിക്ക് കൊടുത്ത 5 ഉൾപ്പെടെ 7 രൂപയായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദ പേഴ്സൺ ഹു പർച്ചേസ് ദ ഷെയർസ് യൂസിങ് റിനോൺസ്ഡ് റൈറ്റ്. ക്ലിയർ അല്ലേ? Next one. So ഇവിടെ ഷെയർ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഈ കേസിൽ എന്തായിരിക്കും? പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി ഫ്രം അലോട്ട്മെന്റ് ഡേറ്റ്. സോ അലോട്ട്മെന്റ് ഡേറ്റ് മുതൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ത് വരും? ഈ കേസിൽ റിനോൺസ് ചെയ്യുകയാണെങ്കിൽ from date of announcement, from offer date to renouncement date. Remember date of period of holding. So offer date മുതൽ announcement date തൊട്ടും പോലുള്ള ഡേറ്റ് വരെ വരും. എന്ത്? ഈ കേസിലെ പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ക്ലിയർ? Then next one. So general case in relation to so fourth one in relation to other capital assets in relation to other capital assets. So നമ്മളിപ്പോ ഓൾറെഡി ഏതൊക്കെ പറഞ്ഞായിരുന്നു? ഫസ്റ്റ് കേസിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ കേസ് പറഞ്ഞു. ദെൻ സെക്കൻഡ് കേസിൽ ബോണസ് ഷെയർസിന്റെ, തേർഡ് കേസിൽ റൈറ്റ് ഷെയർസിന്റെ കേസ് പറഞ്ഞു. ദെൻ ബാക്കിയുള്ള എല്ലാ ക്യാപിറ്റൽ അസറ്റിന്റെ കേസിലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടതാണ്. ഇഫ് അസറ്റ് acquired before 1/4/2001 ആണോ? ഇഫ് അസറ്റ് acquired before 1/4/2001
യെസ് ആണെങ്കിൽ നോ ആണ്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്തിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ബോണസ് ഷെയർസിന്റെ കേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. യെസ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ, actual cost of acquisition or fair market value as on 1/4/2001 ഇതിലേതാണോ higher, whichever is higher, ഇതിലേതാണോ higher അതായിരിക്കും എടുക്കുക. സോ ബോണസ് ഷെയറിന്റെ കേസിൽ ഇതാണ്, ആക്ച്വൽ കോസ്റ്റ് നില്ലാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 1/4/2001, അതിൽ ഹയർ എന്ന രീതിയിൽ എന്താണ് എടുത്തിരിക്കുന്നത്, ഫെയർ മാർക്കറ്റ് അവിടെ ഒറ്റയടിക്കാൻ എഴുതിയിരിക്കുന്നു, ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ നോ ദാറ്റ് മീൻസ് എന്താണ്, ആഫ്റ്റർ അസറ്റ് അക്വയർ ചെയ്തിരിക്കുന്ന ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ? നോക്കട്ടെ, ആക്ച്വലി ഉണ്ടോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിന് ഫുൾ വാല്യൂ കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. സോ അതിനകത്ത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ കേസസ് നോർമലി എന്താണ് ഉണ്ടോ ഒന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ വിറ്റപ്പോൾ കിട്ടിയതിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് കുറയ്ക്കാൻ. സോ ചില കേസസിൽ വാങ്ങിച്ചപ്പോഴുള്ള അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇതേപോലെ ഡിഫറെന്റ് സെനാരിയോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അത് മാത്രമാണ് ശരിക്കും ആക്ച്വലി ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നത്. സോ കോസ്റ്റ് ഓഫ് അസറ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഏരിയ, ദെൻ എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഏരിയ, പ്ലസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10, ദെൻ റേറ്റ് 111A, 112, 112A ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ അതില് ഉണ്ടോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്ന സ്പെഷ്യൽ കേസസ് ഉണ്ട്. ബാക്കി എല്ലാ കേസിലും എന്താണ് 1/4/2001 മുമ്പ് ഈ പറഞ്ഞ മേലിൽ പറഞ്ഞ 3 കാറ്റഗറി ഓഫ് അസറ്റ്സ് അല്ലാതെ വേറെ എന്ത് അസറ്റ് എടുത്താലും എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി ആക്ച്വൽ കോസ്റ്റ്. ഈ മേലിൽ പറഞ്ഞ 3 കേസ് അല്ലാത്ത കേസ് ആണെങ്കിൽ എന്തുവരും, ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 whichever is higher will be taken as cost of acquisition. Okay, ലാസ്റ്റ് വൺ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 112 എല്ലാം കയറി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. സോ ദാറ്റ് മീൻസ് ഉണ്ടോ 2 സബ്സെക്ഷൻ 20 അതല്ലോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഒരു അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബീയിങ്, ശ്രദ്ധിക്കുക വെരി ഇമ്പോർട്ടന്റ്, ഇക്വിറ്റി ഷെയർസ് ഇൻ എ കമ്പനി ഓൺ വിച്ച് security transaction tax paid both at the time of purchase and transfer. security transaction tax paid ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷനോ അല്ലെങ്കിൽ അഡീഷനോ കിട്ടുമോ നമുക്ക് ക്യാപിറ്റൽ ഗെയിനില്, STT പെയ്ഡ് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലെ? സോ പ്രൊവിസോറി ടു സെക്ഷൻ 48 ആണ്, 6th പ്രൊവിസോറി ടു സെക്ഷൻ 48 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം. ഒന്നുകിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ദാറ്റ് മീൻസ് 2 സബ്സെക്ഷൻ 42 പ്രകാരം ഉണ്ട് 3 കാറ്റഗറി ഉണ്ട്, അതിലൊന്നും പെടാതെ എന്താണ് അതിലും കൂടുതൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വരുന്നതായിരിക്കണം. ഇക്വിറ്റി ഷെയർസ് ഇൻ എ കമ്പനി, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ബോത്ത് പർച്ചേസ് ആൻഡ് ട്രാൻസ്ഫർ ആയിരിക്കണം. ദെൻ യൂണിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓർ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. സോ 112A നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇക്വിറ്റി ഷെയർസ്, ദെൻ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഓക്കെ, സോ ഈ പറയുന്ന ബിസിനസ് ട്രസ്റ്റ് വിച്ച് ഓൺ വിച്ച് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, then security transaction tax paid at the time of transfer and acquired before 1st February 2018. So ഇവിടെ ശ്രദ്ധിക്കാം. So very important, long term capital asset ആയിരിക്കണം in the nature of ഒന്നുകിൽ equity shares of a company, അതാണ് STT എന്ത് പേരിക്കണം, പർച്ചേസ് സമയത്തും സെയിൽസ് ട്രാൻസ്ഫർ സമയത്തും STT പേ ചെയ്തിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് എന്തായിരിക്കണം, STT പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ ആയിരിക്കണം. ആൻഡ് അക്വയർഡ് ബിഫോർ
before 1st February 2018 ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ, ദാറ്റ് മീൻസ് എന്തായിരിക്കണം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും പേരുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആയിരിക്കണം, ഓൺ വിച്ച് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. And acquired before 1st February 2018 1st February മുമ്പായിരിക്കണം അക്വയർ ചെയ്യുന്ന ആ കേസിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ പറയുന്ന ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓഫ് സച്ച് അസറ്റ്, ദെൻ ശ്രദ്ധിക്കുക, higher of cost of acquisition, higher of cost of acquisition of such asset. So we can higher of, so actual cost of acquisition of such asset. Then idana first case. Then second one, lower of fair market value of such asset on 1/8/2018. Fair market value of such asset on 1/8/2018 or second one, full value of consideration received on transfer, full value consideration received on transfer of the capital asset. Full value of consideration received on transfer of capital asset. So very, very important. Long term capital asset ആയിരിക്കണം. ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് പർച്ചേസ് സമയത്തും ട്രാൻസ്ഫർ സമയത്തും പേ ചെയ്തായിരിക്കണം. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആയിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ then unit of equity oriented fund, അല്ലെങ്കിൽ business trust on security transaction tax paid at the time of transfer. Then acquire ചെയ്തെന്നായിരിക്കണം 1st February 2008 മുമ്പാണെങ്കിൽ cost of acquisition will be higher of actual cost of acquisition. Then ഇതിൽ രണ്ടിലും ലോവർ, 1/8/2018 ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന് അഗെയിൻ ഇത് വിറ്റപ്പോൾ കിട്ടിയ ഫുൾ വാല്യൂ കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ സച്ച് ക്യാപിറ്റൽ അസറ്റ്. ഇതിൽ ഏതാണോ ലോവർ ഇതെന്തുമായിട്ട് കമ്പയർ ചെയ്യും, കോസ്റ്റ് ഓഫ് അക്വസിഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ വിൽ ബി ടേക്കൺ ആസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന അസറ്റ്സ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ആണെങ്കിൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആകാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. അക്വയർ ചെയ്തിരിക്കുന്ന എന്തിനു മുമ്പായിരിക്കണം, acquired before 1st February 2000, acquired before 1st February. So fair market value date ഒന്ന് ശ്രദ്ധിക്കണം, 8 എന്ന് എഴുതി അല്ലേ. FMV of asset, so അതെടുക്കേണ്ടത് FMV of asset, such asset on 31/1/2018 എന്നാണ് പറയുന്നത്, 31/1/2018. So because 1st February തൊട്ട് മുമ്പുള്ള ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് അസറ്റ് ആസ് ഓൺ 31/1/2018. then ആ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ ഫുൾ വാല്യൂ കൺസിഡറേഷൻ അതിൽ ഏതാണോ ലോവർ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ ഹയർ അത് എന്തായിട്ട് എടുക്കണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കണം. ക്ലിയർ ആണോ? സോ ഇവിടെ ഡേറ്റ് ഒന്ന് നോക്കണം, 31/1/2018 ആണ്. അത് എഴുതിയപ്പോൾ ഒന്ന് മാറിപ്പോയി. ക്ലിയർ ആണോ? ഇതിന് മാത്രം നമ്മൾ സെക്ഷൻ 112A ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് കയറി വരും. അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടോ, ആക്ച്വൽ ജസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഹയർ. നമ്മൾ ചിലപ്പോൾ ഒന്നും ഓർക്കാതെ ഇത് ശ്രദ്ധിക്കാതെ എന്താണ് ഇതങ്ങ് എടുത്തു പോകും. ബട്ട് ആക്ച്വൽ ആൻസർ കറക്റ്റ് ആവും. പക്ഷേ ഈ സ്റ്റെപ്പ് എഴുതിയില്ല എങ്കിൽ
ഇത് രണ്ടും കണ്ടുപിടിച്ച് ഇതിൽ ലോവർ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ഹയർ ആണ്. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആക്ച്വൽ കോസ്റ്റ് എടുത്തത്, കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് എടുത്തത് എന്ന് എഴുതിയില്ലെങ്കിൽ വിൽ നോട്ട് ഗെറ്റ് എനി ക്രെഡിറ്റ്. സോ തെറ്റായ രീതിയിൽ കറക്റ്റ് ആയി പോയാൽ നമുക്ക് നോർമൽ ഉണ്ടോ, ജനറലി നമ്മൾ എന്ത് വിചാരിക്കും ആക്ച്വൽ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ബട്ട് ഈ പറയുന്ന 55 പറയുന്ന ഈ പറയുന്ന 5 ഐറ്റംസ് നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം കണ്ടുപിടിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബോണസ് ഷെയർസിന്റെ കേസ് കയറി വരാറുണ്ട്. ദെൻ ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്, ഇക്വിറ്റി ഷെയർസ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് ബോത്ത് പർച്ചേസ് ടൈമിലും ട്രാൻസ്ഫർ ടൈമിലും. യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ബിസിനസ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എപ്പോൾ പേ ചെയ്താൽ മതി, ട്രാൻസ്ഫർ ടൈം എപ്പോൾ പേ ചെയ്താൽ. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി ആക്ച്വൽ കോസ്റ്റ് ഹയർ ഓഫ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV ആസ് ഓൺ നമ്മുടെ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 31st Jan 2018, 1st February 2018 മുമ്പുള്ള ഡേറ്റ് 31st Jan 2018. അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വലി ഇത് സെയിൽ നടന്നപ്പോൾ കിട്ടിയ ഫുൾ വാല്യൂ കൺസിഡറേഷൻ അതിൽ ഏതാണോ ലോവർ അത് കോസ്റ്റ് ഓഫ് അക്വിസിഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ വിൽ ബി ടേക്കൺ ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ റിമൈനിങ് പോർഷൻ നമുക്ക് ഈവനിങ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഒരു ഈവനിങ്ങിൽ നമുക്ക് 45 കുറച്ച് സെക്ഷൻ കൂടെ ചെയ്ത് അത്രയും കഴിഞ്ഞാൽ നമുക്ക് 54 മുമ്പ് വരെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഇത്രയും ഒന്ന് തിയറി ഒന്ന് നോക്കി വരിക. സോ ഇന്നത്തെ സെഷൻ ഈവനിങ് സെഷൻ കൂടെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സെറ്റും കംപ്ലീറ്റ് തിയറി നോട്ടും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.